ഓരോ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായം പറയുന്നു. അതൊന്നും ഒരു ശത്രുതാ മനോഭാവത്തോടെ എടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ അനന്തമായി ആ വിഭാഗം നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. ഒരു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ കഴിഞ്ഞകാല കോർപ്പറേഷനിൽ UDFൻ്റെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അഭിപ്രായം പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ പിന്നെ ശബരിനാഥ് മത്സരിക്കുന്നതിനോടൊന്നും എനിക്കൊരു വിയോജിപ്പുമില്ല. ഒരു അഭിപ്രായം പറയുന്നത് മാത്രമേ ഉള്ളൂ. ശബരിനാഥ് MLA ആയിരുന്നു. ഞാൻ MLA ആവുന്നതിന് മുമ്പാണ് മേയറായിട്ട് മത്സരിച്ചത്. മേയറായി കഴിഞ്ഞതിന് ശേഷമാണ് MLA ആയത്. ആ കാര്യം ഞാൻ ഒരു പറഞ്ഞത് മാത്രമല്ല. പിന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നമ്മുടെ വലിയ അടുത്ത സുഹൃത്താണ്. സ്നേഹം കൊണ്ട് പറഞ്ഞെന്ന് കൂട്ടിക്കൊണ്ടാണ്. ഈ ശബരിയെ മുൻനിർത്തിയാൽ UDFനെ കോർപ്പറേഷൻ പിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് LDF? കോർപ്പറേഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ ഈ കോർപ്പറേഷൻ രൂപം കൊണ്ടതിന് ശേഷം മഹാഭൂരിപക്ഷ സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് ഭരിച്ചിട്ടുള്ളത്. അത് ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് 26-ലധികം വരുന്ന ദേശീയ അന്തർദേശീയ അവാർഡ് വാങ്ങി ആർക്കും വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി പോലും ഇല്ലാതെ ഇത്രയും നന്നായി ഒരു അഴിമതി ആരോപണമില്ലാത്ത കോർപ്പറേഷൻ ജനങ്ങൾ LDFനല്ലാതെ തന്നെ ആർക്കോട്ട് ചെയ്യും. LDF തന്നെ ജയിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏത് നേതാവിനെ കൊണ്ട് അണിനിരത്തിയാലും BJP കോൺഗ്രസ് അണിനിരത്തിയാലും LDF ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് കഴിവുള്ള, ശേഷിയുള്ള, പ്രാപ്തിയുള്ള സ്ഥാനാർത്ഥികളെ തന്നെയായിരിക്കും ഞങ്ങൾ അവതരിപ്പിക്കുക.